ഇപ്പോൾ വടകരയിലെ താരം നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ടൈറ്റിൽ സോങ്ങായ കൺമണി അൻപോട് കാതലൻ എന്ന പാട്ട് ഇതിനു മുന്നേയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കോറിയിട്ട ഒരു അതുല്യ നടനുണ്ട്, കമലഹാസൻ. ഇപ്പോൾ അദ്ദേഹമാണ് വടകരയിൽ ശ്രദ്ധേയനാകുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യ മുന്നണിയുടെ തമിഴ്നാട്ടിലെ മുഖ്യ പോരാളികളിൽ ഒരാളായ കമലഹാസൻ വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കായി വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയിരിക്കുകയാണ്. നടനും മക്കൾ നീതിമയം അധ്യക്ഷനുമായ കമലഹാസൻ വീഡിയോ സന്ദേശത്തിലൂടെയാണ് വടകരയിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾ കടുത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ പോരാട്ടത്തിൽ പതറാത്ത KK ശൈലജയെ പോലെയുള്ള നേതാക്കൾ ലോക്സഭയിൽ എത്തേണ്ടതുണ്ട് എന്ന് കമലഹാസൻ പറഞ്ഞു. കോവിഡിനും നിപ്പ വൈറസ് വ്യാപനത്തിനുമെതിരെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് KK ശൈലജയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തമിഴ്നാട്ടിൽ DMK, കോൺഗ്രസ്, ഇടത്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ സഖ്യത്തിനെ പിന്തുണയ്ക്കാനാണ് കമലഹാസന്റെ മക്കൾ നീതിമയത്തിന്റെ തീരുമാനം. വടകരയിലെ മുസ്ലിം ലീഗുകാരും കമലഹാസന്റെ ശൈലജയ്ക്ക് വേണ്ടിയുള്ള ഈ സന്ദേശം സ്വീകരിക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു. നേരത്തെ അദ്ദേഹം കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അടുത്ത വർഷം ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനാണ് സഖ്യത്തിന്റെ ധാരണയെന്നും അറിയാൻ കഴിയുന്നു. കമലഹാസന്റെ സന്ദേശം ഇങ്ങനെയാണ്: നാളിതുവരെ നടന്ന തിരഞ്ഞെടുപ്പിനും ഇത്തവണ വോട്ടു രേഖപ്പെടുത്താൻ പോകുന്ന തിരഞ്ഞെടുപ്പിനും ഏറെ വ്യത്യാസമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുന്നത് രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ കൂടിയാണ്. ആ പോരാട്ടത്തിൽ പ്രധാന കണ്ണിയാവാൻ പോകുന്ന നേതാക്കളിൽ ഒരാളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി KK ശൈലജ. ലോകം പകച്ചുനിന്ന കാലത്തുപോലും കരുത്തും നേരിയ പാഠവും തെളിയിച്ച നേതാവാണ് KK ശൈലജയെന്നും വടകര മണ്ഡലത്തിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ 2018 നിപ്പ വൈറസ് ആക്രമണം ഉണ്ടായപ്പോൾ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയല്ല അന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ചെയ്തത്. കോഴിക്കോട് ക്യാമ്പ് ചെയ്തതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യ മരുന്നുകൾ എത്തിച്ച് മാതൃകാപരമായി പ്രവർത്തിച്ചു. ഇതിലും മികച്ചതായിരുന്നു കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് KK ശൈലജയുടെ പ്രവർത്തനം. കോവിഡ് നിയന്ത്രണങ്ങളിൽ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു. അതിന് വഴിവെച്ചത് ശൈലജയുടെ നേതൃത്വം തന്നെയാണ്. ലോക ആരോഗ്യ സംഘടനയും സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അവാർഡുകൾ നൽകി. ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധിയായി അവരുടെ സമ്മേളനത്തിലേക്ക് ശൈലജയെ ക്ഷണിച്ചു. ലോക മാധ്യമങ്ങൾ ശൈലജയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി എഴുതിയത് നമ്മൾ മറന്നിട്ടില്ല. ഇങ്ങനെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് ലോകത്തിന്റെ ആദരം നേടിയ വ്യക്തിയാണ് KK ശൈലജ. കേന്ദ്രത്തിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടുമൊക്കെ. ഈ വ്യവസ്ഥിതിക്കെതിരെ പാർലമെന്റ് അകത്തും പുറത്തും ശബ്ദമുയർത്താൻ KK ശൈലജയെ പോലെ പോരാട്ടത്തിൽ പതറാത്ത നേതാക്കൾ നമ്മൾക്ക് വേണം. KK ശൈലജയ്ക്ക് ചുറ്റുക അരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. KK ശൈലജയ്ക്ക് 1000 വിജയാശംസകൾ നേരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.